എല്ലാവർക്കും മിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് മനോഭാവം. ചിലർ ഒന്നുമില്ലാതെയും വിജയിക്കുന്നു, ചിലർ എല്ലാം ഉള്ളപ്പോഴും പരാജയപ്പെടുന്നു. എന്തുകൊണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഒരൊറ്റ ഉത്തരം, ഒറ്റ വാക്കിൽ: ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം. ഇത് ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുന്ന നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്ന ഒരു കഥയാണ്. ഇത് അവസാനം വരെ കാണും. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു തീ കൊളുത്തും, അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, കൈകളും കാലുകളും ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുമെന്ന്? അങ്ങനെ ജനിച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് നിക് വൂയിസിച്ച്. 1982 ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം ജനിച്ചത്. കൈയും കാലുകളും ഒന്നുമില്ലാതെ. ആ ഒരു സാഹചര്യം തന്നെ നമുക്ക് ഇമാജിൻ ചെയ്താൽ മനസ്സിലാകും ആ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. സ്കൂളിൽ അവന് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു. സുഹൃത്തുക്കൾ നിരസിച്ചു. ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്താനായിട്ട് ഇതിൽ കൂടുതലൊന്നും നമുക്ക് വേണ്ടല്ലോ. ഒരു 10 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ എന്തിന് ജീവിക്കുന്നു എന്നൊരു തോന്നലിലേക്ക് തന്നെ ആ കുട്ടി എത്തിച്ചേർന്നു. പക്ഷെ ഒരു ദിവസം അവൻ തിരിച്ചറിഞ്ഞു, അവനവൻ്റെ ശരീരം മാറ്റിമറിക്കാനാവില്ല, പക്ഷേ അവൻ്റെ മനോഭാവം മാറ്റാൻ സാധിക്കും. അങ്ങനെ അവൻ തീരുമാനിച്ചു അവൻ്റെ അവസ്ഥയെ ഒന്ന് വിജയമാക്കിയെടുക്കാനായിട്ട്. അവൻ സ്വയം സംസാരിക്കാൻ ആഗ്രഹിച്ചു, ജീവിതത്തോട് സംസാരിച്ചു, മറ്റുള്ളവരോട് സംസാരിച്ചു, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇന്ന് അദ്ദേഹം ലോകപ്രശസ്തനായൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, അതുപോലെ ഒരു ഗ്രന്ഥകർത്താവാണ്. അദ്ദേഹം ഒരു സംഘടന, ലൈഫ് വിതൗട്ട് ലിംസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്ഥാപകനാണ്. 70-ലധികം രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുകയും ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വ്യക്തികളെ അദ്ദേഹം സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോട് പറയുന്ന ഒരൊറ്റ വാക്കാണ്: ആറ്റിറ്റ്യൂഡ് ഈസ് മോർ പവർഫുൾ ദാൻ സർക്കംസ്റ്റാൻസസ്. നമ്മുടെ സാഹചര്യങ്ങളല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് സാഹചര്യങ്ങളെക്കാൾ വളരെ പവർഫുൾ. അപ്പോൾ ലോകം അവനെ ഡിസേബിൾഡ് എന്ന് വിളിച്ചായിരിക്കാം, പക്ഷേ അവൻ്റെ മനോഭാവം അവനെ അൺബ്രേക്കബിൾ ആക്കി മാറ്റി. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ചില പാഠങ്ങളുണ്ട്. പരിമിതികളിലല്ല, നമ്മൾ സാധ്യതകളിലാണ് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ജീവിതം നമുക്ക് പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യത്തിൽ നമുക്ക് ചോദിക്കണം. നമ്മുടെ മനോഭാവം നമ്മൾ മാറ്റിയിട്ട് ചോദിക്കണം, എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും? നമ്മൾ പ്രശ്നത്തിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വീണ്ടും വളരുകയുള്ളൂ. അതേസമയത്ത് സാധ്യതകളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പരിമിതികളിൽ നിന്നുകൊണ്ട് എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഫോണിലൂടെ എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈവെള്ളയിൽ തന്നെ വളരെ വലിയ ഒരു സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് നിലവിലുള്ള പ്രശ്നം. രണ്ടാമത്, വേദനയെ ഒരു ലക്ഷ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല വേദനകളും പരാജയങ്ങളും എല്ലാം ഉണ്ട്. ഇത് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നൊരു മാർഗമാണ്. നമുക്ക് തന്ന ഈ വേദന മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ ഉപയോഗിക്കുകയും നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കാം, എൻ്റെ ഈ വേദനയെ എങ്ങനെ മറ്റുള്ളവർക്ക് കരുത്താകാം? എൻ്റെ ജീവിതം മുന്നോട്ട് നന്നായിട്ട് നയിക്കാനായിട്ട് എങ്ങനെ കരുത്തുറ്റതാക്കാം? ഈ വേദന എങ്ങനെ എനിക്ക് ഉപയോഗപ്പെടുത്താം? എനിക്ക് എങ്ങനെ മുന്നോട്ട് വളർച്ച പ്രാപിക്കാനായിട്ട് സാധിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു പാഠം. മറ്റൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തുടർച്ചയായിട്ട് ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല, അത് ഓരോ ദിവസത്തെയും കാണിക്കുന്ന ഒരു സമീപനമാണ്. കാരണം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളൊരു ആറ്റിറ്റ്യൂഡ്, ഓക്കെ ഞാൻ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നാളെ നമുക്ക് മടി പിടിച്ച് നമ്മളിരിക്കും, നമ്മളതിലേക്ക് വീണ്ടും ഇറങ്ങുകയല്ല. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ ദിവസവും അതേ ആറ്റിറ്റ്യൂഡ് കൂടി തുടർച്ചയായിട്ട് നമ്മുടെ ആത്മവിശ്വാസം തുടർച്ചയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോവുക. തുടർച്ചയായിട്ട് പോസിറ്റീവായിട്ട്. അതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മുടെ പോരായ്മകളെല്ലാം മറന്ന് നമ്മുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി അതിനെ പ്രചോദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ ഒരു വിജയഭാവം വളർത്താനായിട്ട്, ഇങ്ങനെ ഒരു മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നന്ദിയോടെ നമ്മുടെ ദിവസം ആരംഭിക്കുക എന്നുള്ളതാണ്. എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മളൊരു 3 കാര്യങ്ങൾ പറഞ്ഞു നോക്കും.
ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് നന്ദിയുള്ളവനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നലെ കിടന്ന എത്ര പേര് ഇന്ന് എഴുന്നേറ്റിട്ടുണ്ടാവും, അത് തന്നെ നമുക്ക് നന്ദി പറയാനായിട്ട് ഉള്ള ഒരു ആദ്യത്തെ കാര്യമാണ്. പിന്നെ മറ്റുള്ളവർക്കില്ലാത്ത ആരോഗ്യം, മറ്റുള്ളവർക്കില്ലാത്ത പണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കില്ലാത്ത സ്നേഹം, ആരെങ്കിലും നമ്മളെ വിളിച്ചുണർത്താനുണ്ടെങ്കിൽ എത്രയോ പേര് അനാഥരായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ 3 കാര്യങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുക എന്നുള്ളത്. ഇന്നത്തെ ദിവസം പോക്ക്, ഇന്നെങ്ങനെ മുന്നോട്ട് പോകും, അത്തരം ചോദ്യങ്ങൾ പറയാതെ എല്ലാ ദിവസവും പറയുക, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഞാൻ ഓരോ ദിവസവും മികച്ചവനായിട്ട് മാറുന്നു. ഇത് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഉപബോധ മനസ്സ് അത് കേട്ടിട്ട് നമ്മളെ അത്തരത്തിലേക്ക് മാറ്റുവാനായിട്ടുള്ള ഒരു വഴി അവിടെ തുടരുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും സ്വയം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുക. നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. എന്തിനിത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിക്കുക. നമ്മൾക്ക് സംഭവിച്ച പരാജയങ്ങൾ വീണ്ടും സംഭവിക്കാതിരിക്കാം. പരാജയങ്ങളിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. അത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്തിനത് സംഭവിച്ചു എന്നതിന് പകരമായിട്ട് ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ച് മുന്നോട്ട് പോവുക. പിന്നീട് നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ പോസിറ്റീവ് ആളുകളുമായിട്ട് നമ്മൾ സമയം ചിലവിടുക എന്നുള്ളതാണ്. എപ്പോഴും ദുരന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ലാതെ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ മനോഭാവത്തെ നിർണ്ണയിക്കും. അപ്പം നമ്മുടെ ചുറ്റിനുമുള്ളവർ ഉത്തേജനം തരുന്നവരായിരിക്കണം. പോസിറ്റീവായിട്ട് വൈബുള്ളവരോട് കൂടി നമ്മൾ സംസാരിക്കണം. നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് നിന്നെക്കൊണ്ട് നടക്കത്തില്ല, അത് വളരെ പാടുള്ള കാര്യം, എത്ര പേര് പരാജയപ്പെട്ടു പോയിരിക്കുന്നു. കാരണം അവർക്ക് നിങ്ങളുടെ കഴിവിനെ തീർച്ചയായിട്ടും അറിയില്ല, ഇല്ലേ? നിങ്ങളുടെ കഴിവിനെ അറിയുന്ന മറ്റൊരാൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലില്ല, നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസമുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നെഗറ്റീവായ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങളെ അവർ പിന്നോട്ട് വലിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആളുകളുമായിട്ട് സമയം ചെലവിടാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചെറിയൊരു ചുവട് വെക്കുന്നത് പോലും ഓരോ ദിവസവും ചെറിയ ചെറിയ ചൂടുകളാണ് വെക്കുന്നതെങ്കിൽ പോലും നമുക്ക് വിജയത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രം പോരാ, പ്രവർത്തനത്തിലും വേണം. ഏറ്റവും ചെറിയൊരു സ്റ്റെപ്പ് വെക്കുക. ഓരോ നിമിഷവും ഓരോ ദിവസവും ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെക്കുക. അപ്പോൾ നിങ്ങൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. വിജയം ഭാഗ്യം കൊണ്ടല്ല, ഇത് മനോഭാവം കൊണ്ടാണ് വളർത്തേണ്ടത്. അപ്പോൾ നമ്മുടെ മനോഭാവത്തോടു കൂടി നല്ലൊരു മനോഭാവം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജീവിതം എത്ര പ്രയാസമുള്ളതായിരുന്നാലും നമുക്ക് ശരിയായ സമീപനം ഉണ്ടെങ്കിൽ ആ ശരിയായ സമീപനം നമുക്ക് ചിറകുകളായിട്ട് മാറും. നിക്ക് പറഞ്ഞതുപോലെ, ഇഫ് യു കാൻ ഗെറ്റ് എ മിറാക്കിൾ, ബിക്കം വൺ. അതായത് ഒരു അത്ഭുതം സംഭവിക്കാത്ത പക്ഷം നീ തന്നെ ഒരു അത്ഭുതമായി മാറുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനം നൽകിയെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ടോക്കിനായിട്ട് വീണ്ടും നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. നല്ലൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് പറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.